അതേ രംഗം തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പോയ ഒരു സംഭവം. അപ്പോൾ ഒരു വീഡിയോകൾ ഇന്നൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാ ഐറ്റവും പഠിക്കുമ്പോൾ അതിൻ്റെ ലിറിക്ക് മനസ്സിലാക്കി അർത്ഥം പഠിച്ച് മനസ്സിലാക്കി പഠിക്കും. അത് എനിക്ക് അത്തരത്തിലൊരു നിർബന്ധമുള്ള ആളാണ്. നമ്മൾ ഈ പൊട്ടനാട്ടം കാണുന്ന പോലെ നമ്മൾ പഠിക്കാൻ പാടില്ലല്ലോ, വെറുതെ ഒന്നും അറിയാതെ കളിക്കരുത്. അപ്പോൾ ഞാനിവിടെ എപ്പോഴും പറയും എല്ലാത്തിനും ലിറിക്ക് എഴുതി വെക്കണം. നാളെ ഒരു ദിവസം നമുക്കൊരു സംശയം ഉണ്ടാകുമ്പോൾ എഴുതി നോക്കണം. അപ്പം നമ്മൾ ആയുർശേരിയർ എന്ന ശബ്ദം അതിൻ്റെ അഭിനയം മാത്രം നമ്മളിതൊന്ന് നോക്കുകയാണ്. അപ്പം ലിറിക്ക് പറഞ്ഞ് നമുക്ക് അതിൻ്റെ അഭിനയം ഒന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം അതിൻ്റെ ട്യൂട്ടോറിയൽ ട്യൂട്ടോറിയലിനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും ഇടയ്ക്ക് കുട്ടി ചെടികളല്ലേ. ചെടി എന്ന് പറയാൻ പറ്റില്ല, കോർവൈകൾ ഇങ്ങനെ കോർവൈകൾ പറയാമെന്ന് കണ്ടോ, ചെറിയ സമയം അത്രയേ ഉള്ളൂ. അപ്പം അത് നമുക്ക് എന്താണ് അതൊന്നും നോക്കാം. ഇത് താളം മിശ്ര ചാപ്പ് ഇതാണ്. രാഗം മാലിന്യാണ്. ഓരോ ഭാഗവും ഓരോ രാഗത്തിലാണ്. നമ്മൾ ഒരുപാട് വലിച്ചിട്ടുണ്ടാകുന്ന വീഡിയോയിലേക്ക് കിടക്കാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഠിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, നോട്ടൊക്കെ പാടി എഴുതിയെടുക്കുന്നത്. അപ്പോൾ ഇത് പാടി പോകുമ്പോൾ പലപ്പോഴും ലിറിക്ക് തെറ്റാണ്. അപ്പോൾ നമ്മൾ ലിറിക്ക് എഴുതിയെടുക്കുമ്പോഴും ലിറിക്ക് നമ്മളായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ പാടുന്നതിനേക്കാൾ കുറച്ച് വ്യത്യാസം കണ്ടേക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പല്ലവി കമ്പോസി രാഗത്തിലാണ്. രാഗം എനിക്ക് ശരിക്കറിയാൻ മാറിപ്പോണത്. നെഞ്ചം കവർന്നിട മായവൻ കുഴലൂതിടാൻ. ഇങ്ങനെയാണ് അതിന്റെ പല്ലവി. ആയർശേരിയർ ഇങ്ങനെയായിരുന്നു ആയർശേരിയർ എടുക്കുന്നത്. ആയർശേരിയർ ആയക്കുലത്തിന്റെ സ്ട്രീറ്റുകളിൽ, ആ വീതികളിൽ, ആ ഓരോ വീടുകൾക്കിടയിലൂടെ അവിടെ ആർക്കും അറിയില്ല. അന്നൈ അമ്മയും അച്ഛനും. അച്ഛൻ നമ്മൾ അലപ്പട്ടം പിടിച്ചിട്ട് ശിഖരം മുകളിലേക്ക്. അച്ഛനും അമ്മയും തിരിഞ്ഞിടാമലും. അവർക്കും മനസ്സുകൊണ്ട് യാതൊരു അറിവുമില്ല. തിരിഞ്ഞിടാമലും ഇഷ്ടമുള്ള, അതായത് കൃഷ്ണനെ ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ തിരിച്ച് കൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന ഗോപസ്ത്രീകൾ നെഞ്ചം കവർന്നിടും. മനസ്സ് കവർന്ന, അവരുടെ മനസ്സ് കവർന്ന മായവൻ കുഴലൂതിടാൻ. അവരുടെ മനസ്സ് കവർന്ന ആ മായവൻ, വിളയാടുന്നവൻ, തോന്നിയ പോലെ നടത്തുന്നവൻ. ഇതിലൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കർത്തരി മുഖം വിളിച്ച് മായവൻ കുഴലൂതിടാൻ. ഇതാണ് കമ്പോസി രാഗത്തിലുള്ള അതിന്റെ പല്ലവി. അപ്പൊ രണ്ടും തന്നെ നമ്മൾ അതിന്റെ വേരിയേഷൻസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ വേരിയേഷൻ ഏതായിരുന്നു? അതായത് ഈ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അമ്മ വെണ്ണ കളയുന്നു. വെണ്ണയൊക്കെ കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും അറിയാതെ ഇങ്ങനെ നടന്നു വന്ന് അവിടെയുള്ള ഒരാളും കണ്ടിട്ടില്ല, അത് കാണാതെ വന്ന് ആ വെണ്ണ വച്ച കുടമെടുത്ത് അത് തുറന്ന് അല്ലെങ്കിൽ അത് തുറന്ന് എങ്ങനെ തുറന്ന് വെണ്ണ എടുത്ത് തിന്ന് അത് തട്ടിത്തെറിപ്പിച്ചിട്ട് ഏതോ ഒരു വാതിലിന്റെ ഉള്ളിലൂടെ കടന്നു പോയവൻ. അവനെ നമുക്ക് പറഞ്ഞു. അതാണ് എന്താ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഏതായിരുന്നു? എല്ലാം മറവിയാണ് കേട്ടോ. ഗോപസ്ത്രീകൾ കുടം ഇങ്ങനെ വെച്ച് കുടം പിടിക്കാം. കുടവുമായിട്ട് വെള്ളം എടുക്കാനായിട്ട് പോവാണ്. അവരവിടെ കൊണ്ടുവന്ന് വച്ചു. നദിക്കരയിൽ ചെന്നു. വെള്ളമൊക്കെ തട്ടിത്തെറിപ്പിച്ച് അവരുടേതായ ഒരു ചെറിയ കളികളിലൊക്കെ വച്ചിട്ട് ആ കുടമെടുത്ത് വെള്ളത്തിലേക്ക് കമഴ്ത്തിയപ്പോൾ ഞെട്ടി നോക്കുകയാണ്. കാരണം എവിടെന്നോ ഒരു ഓടക്കൂടൽ ശബ്ദം വരികയാണ്. അപ്പൊ അവരെ മയക്കുന്ന രീതിയിൽ, അവരുടെ മനസ്സിനെ മയക്കുന്ന രീതിയിൽ കുഴലൂതുന്നു. ആരെ? കണ്ണൻ. അവർ നോക്കി നിൽക്കുകയാണ്. എന്ത് വേണമെങ്കിൽ എടുക്കാം. അതായത് വന്ന് നോക്ക
സുരുണ്ടുരുണ്ട കുഴൽകൾ അസൈതിട. സുരുണ്ടുരുണ്ട എന്നാണ് ഞാൻ ഇവർക്ക് എഴുതിയത്. അങ്ങനെ തന്നെയാണോ സുരുണ്ടിരുണ്ട എന്നാണെന്ന് അറിയില്ല കേട്ടോ. അതായത് ചുരുണ്ട് ഇരുണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ ചുരുണ്ട് ഉരുണ്ട് കിടക്കുന്നതായിരിക്കും. സുരുണ്ടു സുരുണ്ടുരുണ്ട കുഴൽകൾ അസൈതിട. കുഴലുകൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുടി. ചുരുണ്ട മുടികൾ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. കൃഷ്ണൻ നടന്നു വരിക. അപ്പൊ അതിങ്ങനെ കിടന്ന് ഇളകി ഇളക്കി വരികയാണ്. സുന്ദര മുഖം സുന്ദര സുന്ദര മുഖം ഇങ്ങനെ കൊടുക്കും. മുഖം തുലങ്ങിട്ട് അവിടെ തിളങ്ങുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സുരുണ്ടിരുണ്ട കുഴൽകൾ അസൈതിട സുന്ദര മുഖം തുലങ്ങിട. രണ്ടു പ്രാവശ്യം ഇരുണ്ട് കിടക്കുന്ന മുടികൾ ചേർന്ന് സുന്ദരമായ ആ മുഖം തിളങ്ങാണ്. അപ്പൊ രണ്ടാമത് നമ്മൾ എടുക്കുന്നത് സുരുണ്ടിരുണ്ട കുഴൽകൾ അസൈതിട. ആ മുടികളെ നാഗങ്ങളായിട്ടും കൂടെ നമ്മൾ വർണ്ണിക്കുകയാണ്. അതായത് പാമ്പുകൾ കിടക്കുന്നത് പോലെ ഇങ്ങനെ കിടന്ന് അത് വെട്ടി ഭഗവാൻ ഇങ്ങനെ വരികയാണ്. സുന്ദര മുഖം സുന്ദര മുഖം. രണ്ടാമത്തെ സുന്ദര മുഖം തുലങ്ങിട്ട് മറിതമാനിനം നെയ്യൈ മറന്നിട മായവൻ കുഴലൂതരാൻ. മരുന്തമാനിനം മാനിനം മാനിനം അതായത് ആ പാട്ട് കേട്ട മാൻകൂട്ടം. മെയ്കൈ മറന്നിട അതായത് ഇവിടുന്ന് എല്ലാം ശരീരവും മനസ്സും ഒക്കെ മറന്ന് അവര് ഇങ്ങനെ നിൽക്കുകയാണ്. അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് മായവൻ ഈ ഇല്ലാളിയായിട്ടുള്ള കൃഷ്ണൻ കുഴലൂതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മരുന്തമാനിനം മെയ്കൈ മറന്നിട മായവൻ കുഴലൂതരായി. രണ്ടാമത്തെ എടുക്കുന്നത് മറിതമാനിനം മെയ്കൈ മറന്നിട. ഉള്ളിൽ ചാടിക്കൊണ്ടിരുന്ന മാനുകളാണ് പാട്ട് കേട്ടിട്ട് ഉടനെ മിണ്ടാതെ ആയി എല്ലാം മറന്നു നിന്ന് പോവാണ്. ഓക്കെ, അപ്പൊ മായവൻ കുഴലൂതരായി അതായത് മായവൻ കൊണ്ട് ഉദ്ദേശിച്ച് ഇങ്ങനെ നമ്മൾ കണ്ടത് വനമാല ചാർത്തിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവൻ കുഴലൂതരൻ. പവഴവായവൻ കുഴലൂതരാൻ. പവിഴം പോലത്തെ വായോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ്. പവള വായൻ എന്നാണ് ശരിക്കും കേട്ടോ. പവളവായൻ എന്നുള്ളത് പാടുമ്പോൾ വായവൻ എന്നൊക്കെ പാടുന്നത് എങ്ങനെയായാലും തെറ്റുണ്ടെങ്കിൽ കേൾക്കുന്നവർ ക്ഷമിക്കും. തമിഴ് നന്നായിട്ട് അറിയുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഓക്കെ, അത് മനസ്സിലായി. ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഭാഗമാണ് ഷൺമുഖപ്രിയയുടെ പല്ലവി. അടുത്ത അനുപല്ലവി ചരണം വിലഹരിയാണ്. അതൊന്നും പാടും. സ്നേഹം ഇങ്ങനെ എനിക്കറിയാൻ പാടും. വിലഹരിയിലെ ഗീതം ഏതായിരുന്നു? എനിക്ക് എപ്പോഴും കേട്ടില്ല. ലഹരിയിൽ അവർക്ക് പാടി നോക്കട്ടെ, പറഞ്ഞു വരുമ്പോൾ ചെറുവിരലുകൾ ആ കുഴലയിൽ കഴുകിട. അപ്പൊ നമ്മൾ കാണിക്കുന്നത് ചെറുവിരലുകൾ കേട്ടോ. ചെറുവിരലുകൾ കൊച്ചു കൊച്ചു വിരലുകൾ അവര് നോക്കുക. ചെറുവിരലുകൾ ആ കുഴലയിൽ കഴുകിട. നമ്മൾ നടന്നു വന്നാണ് കാണിക്കുന്നത്. കഴുകിട. കമലക്കൺ സായുധില. ചെങ്കമലക്കൺ എന്ന് വെച്ചാൽ ചുമന്ന കമലം പോലുള്ള കണ്ണുകൾ. അപ്പൊ ഒന്നാമത് നമ്മൾ ഒന്നാമത്തെ ചെങ്കമല കൺ സായുധില എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചെറുവിരലുകൾ ആ കൃഷ്ണന്റെ ചെറുവിരൽ. ആദ്യത്തെ ചെറുവിരലുകൾ ഇതാണ്. ചെറുവിരലുകൾ രണ്ട് കൈകളും കൊണ്ട് ആ ഓടക്കുഴലിനെ തലോടി കൃഷ്ണൻ മുട്ടുന്നു. ആ ചെറിയ താമര പൂക്കൾ പോലെയുള്ള ആ കണ്ണുകളിൽ ഇങ്ങനെ മയങ്ങിയില്ലേ. ഓടക്കുഴൽ ഊതുമ്പോ കണ്ണിങ്ങനെ പള്ളു പോലെ പിടിച്ചു അല്ലല്ലോ. പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ മയങ്ങിപ്പോലെ. അപ്പൊ കണ്ണുകൾ ഇങ്ങനെ ചാഞ്ഞു നിൽക്കണം. അപ്പൊ കണ്ണ് കുറിച്ച് കാണിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നിമീലിതം പോലെ കാണിക്കുക. പിന്നെ കുറുവിയർവൈ അപ്പുരുവം നെരുങ്കിട. കുറുവിയർവൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ
ചെറിയ 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 വിയർപ്പ് തുള്ളികൾ അവിടെ ഇരിക്കുന്നത്. വിയർപ്പായി ആ പുരുവം നെരുങ്ങിട എന്ന് പറഞ്ഞാൽ നോക്കി ചെറിയ ചെറിയ വിയർപ്പ് തുള്ളികൾ അവിടെ ഇരുന്ന പിരികത്തെ ഞെരുക്കുന്നു എന്നാ പറയുന്നത്. അങ്ങനെയാണ് ഈ ഓടക്കുഴൽ പോകുന്നത് മാത്രമല്ല, ഇതിനിടയ്ക്ക് സകല പരിപാടി ചെയ്യുന്നതാണ് നടക്കുന്നത്. അപ്പം അത് ക്ഷീണിച്ച വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഇരിക്കുന്നത് പുരികത്തേതാണ്. അപ്പൊ നമ്മൾ ചെറുവിയർപ്പായി ആ പുരുവം നെരുങ്ങിട ഗോപാലൻ, പശുക്കളെ മേയ്ക്കുന്നവൻ ഗോപാലൻ കുഴലൂതാൻ. അത് വീണ്ടും നമ്മൾ കുഴലൂതാൻ. ഓക്കെ, അപ്പൊ അത് രണ്ടാമത്തെ കാണിക്കുമ്പോഴാണ് ചെറുവിരലുകൾ ആ കുഴലെ ഇവിടെ കഴുകിട. കഴുകിട നമുക്ക് ഇങ്ങനെ എടുക്കാം. കഴുകിട ചെങ്കമൽ കൺ. അതെങ്ങനെയാണ് രണ്ടാമത്തെ ചെങ്കമൽ കൺ സായിന്തിട. രണ്ട് കണ്ണിങ്ങനെ സായിന്തിട. വീണ്ടും മറ്റു തന്നെ ഉറുവിയർവൈ അപ്പുരുവം നെരുങ്ങിട ഗോപാലൻ കുഴലൂടുവൻ. ഗോപാലൻ അല്ലെങ്കിൽ ഗോപാലൻ. ഇത് നമ്മുടെ ഓടക്കുഴൽ ഇങ്ങനെ നീട്ടിയെടുത്ത് ഇവിടെ കുത്തി നിർത്തും. ഓടക്കുഴലൊന്നും തന്നെയല്ല, ഓടക്കുഴൽ നീട്ടുള്ള ഓടക്കുഴൽ. ഇത് പശുവിനെ മേയ്ക്കാനും കുഴലൂതാനുമായിട്ട് കൊണ്ടുനടക്കുന്നത് നീട്ടം കൊണ്ടാണ്. അപ്പൊ അതെടുത്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തുന്നതാണ് കാണിക്കുന്നത്. എങ്കൾ ബാലൻ, ഞങ്ങളുടെ ബാലൻ കുഴലൂതാൻ. അതാണ് ചരണം. ചരണം 2 മധ്യമാവധി. മധ്യമാവധി ലക്ഷ്മി മധ്യമാവധി തന്നെയാണ്. അപ്പൊ അതിലാണ് ഇത് പോകുന്ന അടുത്ത ചരണം. ഗോവിന്ദൻ കുഴൽ ഗീതനാദവും. എങ്ങനെയായിരുന്നു ഗോവിന്ദൻ ആദ്യം എടുത്തത്? ഗോവിന്ദൻ നമ്മളതിൽ എന്താണ് കാളിയ മർദ്ദനത്തിന്റെ കോഴ്സാണ്. ഗോവിന്ദൻ കുഴൽ ഗീതനാദവും. അതായത് ആ ഗോവിന്ദൻ കാളിയന്റെ മുകളിൽ നൃത്തം ചെയ്ത ഗോവിന്ദന്റെ ഗീതനാദവും ഗോപിയർ ചെവി സായിന്തിട. അതായത് ഗോപിയർ ഗോപസ്ത്രീകള് അത് കേട്ട് ചെവി സായിന്തിട. ഓക്കെ, ചെവി സായിന്തിട. മോഹം കൊണ്ടോടി. മോഹം കൊണ്ടോടി വേഗമായി വരാൻ. പെട്ടെന്ന് വരികയാണ്. നമ്മള് ഇത് കേട്ടിട്ട് ഭഗവാനെ കാണാൻ വേണ്ടി ഓടി വരികയാണ്. കണ്ണനെ ധ്യാനം ചെയ്യുകയാണ്. അവരെ ഓടി വന്നിട്ട് കണ്ണനെ ശംഖ ചക്രവും ധരിച്ചു നിൽക്കുന്ന കണ്ണനെ അവർ ധ്യാനം ചെയ്യുകയാണ്. അപ്പൊ അവർക്കറിയാം ഇത് മഹാവിഷ്ണുവാണെന്ന്. ഇല്ലെങ്കിൽ നമ്മളോട് ലിറിസിസ്റ്റ് പറയുകയാണ് ഇത് മഹാവിഷ്ണുവാണെന്ന് ഇതിൽ പറയുകയാണ് കേട്ടോ. അങ്ങനെ ചെയ്യുക. വലിയ കമ്പോസർ ആരാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഗോവിന്ദൻ കുഴൽ ഗീതനാദവും ഗോപിയർ ചെവി സായിന്തിട. അതൊന്നാമത്തെ. രണ്ടാമത്തെ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താ കാണിക്കണമെന്ന് വെച്ചാൽ ഗോപസ്ത്രീകൾ ഇതുപോലെ അവര് പോവാണ്. പോയിട്ട് അവര് ഭഗവാനെ കാണാൻ പോകുന്നത് കൊണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് തിരികൊക്കെ നോക്കി പൊട്ടൊക്കെ തൊട്ട് കമ്മലിൽ ഒക്കെ മാലയെ കഴിഞ്ഞ് മുടിയെല്ലാം പോതി ഒതുക്കി നല്ല ഭംഗിയായിട്ടൊക്കെ ഇട്ട് ഫൈനൽ ടച്ചപ്പൊക്കെ അവർ ചെയ്യുന്ന സമയത്താണ് ഈ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ ഓടി ചെല്ലാണ് ഭഗവാനെ കാണാനായിട്ട്. വേഗം അവരെ ഓടി വന്നു. വേഗമായി വരാർ കണ്ണിനെ ധ്യാനം ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ നമ്മള് ഭഗവാൻ വിഷ്ണുവിനെ കാണിക്കുക, പൂജിക്കുക. കണ്ണനെ കമലക്കണ്ണനെ ധ്യാനം ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഗോവിന്ദൻ കുഴൽ ഗീതനാദവും ഗോപിയർ ചെവി സായിന്തിട. മോഹം കൊണ്ടോടി വേഗമായി വരാർ കണ്ണനെ ധ്യാനം ചെയ്യുക. അല്ലെങ്കിൽ കണ്ണനെ ധ്യാനം ചെയ്യുക. അല്ലെങ്കിൽ കമലക്കണ്ണനെ ധ്യാനം ചെയ്യുക. ഇത്രയാണ് അതിന്റെ ലിറിക് മീനിങ് വരുന്നത്. ലിറിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ പാടുമ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ചെയ്യാം. ഇതിന്റെ വീഡിയോ നമ്മുടെ പിന്നൊരു ഇതിൽ ചെയ്തതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി എൻജോയ് ചെയ്തു ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞ് കളിക്കാൻ പറ്റും. ഈ കാണാതെ പഠിച്ചിട്ട് ഓർക്കാൻ ശ്രമിക്കുമ്പോൾ ഭാവം വരില്ല. എനിക്ക് അതിനോട് അതെങ്ങനെ ഭാവം വരും. നമ്മളത് മനസ്സിലാക്കുക. അല്ലാണ്ട് ഈ സമയത്ത് ചിരിക്കും, ഈ സമയത്ത് കരയും, ഈ സമയത്ത് ശൃംഗരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യണേ? നമ്മൾ അർത്ഥം ആലോചിക്കുക. ഗോപസ്ത്രീകൾ ഓടി വരുമ്പോൾ നമ്മൾ നോക്കുക. അവരെവിടെയോ നിൽക്കുന്ന അവർ പാട്ട് കേട്ട് ഓടി വരും. നമ്മളിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഡെക്സി ഒക്കെ ആയിരിക്കും എനിക്കറിയാൻ പറ്റും. അല്ലെ ഇപ്പോഴത്തെ അല്ലെ നസ്ലിം കാണാനൊക്കെ ഇതൊക്കെ കാണാൻ വേണ്ടി നമ്മള് ഭയങ്കര ഇതായിട്ട് വരും. തള്ളി മാറ്റിട്ട് കണ്ടാൽ മതിയാകുമ്പോൾ അങ്ങനെ ഗോപസ്ത്രീകൾ വന്നു കൃഷ്ണനെ കാണാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കുക.
അത്രയും ഭക്തിയോടുകൂടി ചെയ്യേണ്ട മനോഹരമായി ചെയ്തൊരു ഐറ്റമാണ് ശബ്ദം. അത്യാവശ്യം അഭിനയമുള്ള, അത്യാവശ്യം അടവുകളുടെ നൃത്യം ഇനത്തിലാണ്, നൃത്യത്തിൽ വരുന്ന ഒരു ഇനമാണ്. ഓക്കെ, അപ്പൊ ശരി, ഇന്നത്തെ അഭിനയ ക്ലാസ്സിന്റെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് എൻകറേജ്.